ക്രിസ്മസിൻ്റെ അന്ന് ഒരു വോട്ട് ഏറ്റിനിടെ എടുത്താലോ എന്നോർത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കഴിക്കുന്നത് നല്ല സോഫ്റ്റ് വട്ടയപ്പവും നല്ല ചൂട് ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ കൂടെ മുസംബി ജ്യൂസാണ് കേട്ടോ കുടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ അന്ന് മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുകിൽ പാലപ്പം അല്ലെങ്കിൽ വട്ടയപ്പം ഒക്കെ തന്നെയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 2 കഷ്ണം കേക്ക് കഴിച്ചു. പിന്നെ ഇവിടെ സപ്പോർട്ട് ഒരുപാടുണ്ട് കേട്ടോ. കാരണം അച്ചാച്ചൻ മിസോറാമിൽ നിന്ന് വന്നപ്പോൾ അച്ചാച്ചൻ്റെ ഗാർഡനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പഴുത്തപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പഴുത്തോണ്ട് ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്. പിന്നെ ഇതാ പേപ്പൻ്റെ വീട്ടിൽ നിന്ന് ഒരു വലിയ വാളംപുളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉപ്പും കൂട്ടി കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റ്. പണ്ടത്തെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഓർമ്മ വരുമായിരുന്നു. പൊതുവേ പുളിയും എരിവൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു പഴംപൊരിയും ഒരു ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് എല്ലാ കറികളും ഉണ്ടായിരുന്നു. മാങ്ങക്കറിയും ചിക്കൻ കറിയും ബീഫ് കറിയും പോർക്കും കൂർക്കയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കി ലാസ്റ്റ് കഴിക്കാനായപ്പോൾ എനിക്കിതേ കായയും ബീഫും ചപ്പാത്തിയും സാലഡും മാത്രം മതിയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് വയറ് നിറയെ ഭക്ഷണവും കഴിച്ചിട്ട് എല്ലാവരും കയറി കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ വൈകുന്നേരം ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഇന്നിതാ രാത്രിയായപ്പോൾ വീട്ടിൽ ഗംഭീര പടക്കം പൊട്ടിക്കൽ മഹാമഹമായിരുന്നു. സാധാരണ ക്രിസ്മസിന് ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അങ്ങനെ പടക്കം പൊട്ടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ വീട്ടിലോട്ട് വന്നപ്പോൾ ആ വർഷം മുതലാണ് നമ്മൾ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ ചേട്ടനും ചേച്ചിയും അമ്മയൊക്കെ അല്ലാതെ തറവാട്ടിൽ നിന്ന് പേപ്പനും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ നൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ എൻ്റെ ബാച്ചിലർ ക്രിസ്മസ് ഇത്രയും കളർഫുൾ ആക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആരും ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു എല്ലാ കൊല്ലത്തെക്കാട്ടിലും ഇപ്രാവശ്യം കുറച്ചും കൂടെ അടിപൊളിയാക്കണം എന്നുള്ളത്. പക്ഷെ എല്ലാവരും കൂടെ വന്ന് ഇത്രയും ഗംഭീരമാവുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. എന്തായാലും ഇത് ഡോക്യുമെൻ്റ് ചെയ്യാൻ കൂടെ പറ്റിയപ്പോൾ അതിലും സന്തോഷം. ഇനി എന്നും ക്രിസ്മസിനെ പറ്റി ആലോചിക്കുമ്പോൾ ബാച്ചിലർ ലൈഫിലെ ലാസ്റ്റ് ക്രിസ്മസ് ഇത്രയും കളർഫുൾ ആയതിനെ പറ്റി എനിക്ക് നല്ല മെമ്മറീസ് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയിട്ടും ഒരുപാട് സമയം മുറ്റത്തിരുന്ന് കുറേ ഗെയിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അമ്മയുടെ ബ്രദർ അച്ചാച്ചനാട്ടോ ഇങ്ങനത്തെ ഗെയിംസൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൂടാതെ ആളെ ഗിഫ്റ്റും ഓഫർ ചെയ്യും. അപ്പോൾ കളിക്കാനൊരു പ്രത്യേക ഉത്സാഹമാണ്. അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു കേട്ടോ.